ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര് ദിവ്യ ജോണി എന്നാണ്. പലർക്കും ഈ ഒരു പെൺകുട്ടിയെ അറിയായിരിക്കാം. അറിയുന്നത് ഫസ്റ്റ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി അറിയുന്നത് സ്വന്തം കുഞ്ഞിനെ തന്നെ കൊലപ്പെടുത്തിയ ഒരമ്മ എന്നുള്ളൊരു പേരിലാണ് ദിവ്യ ജോണി നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്താണ് ഈ ഒരു പെൺകുട്ടി അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എത്തിയത്, എന്ത് കാരണമാണ് ഇത് ചെയ്തത്, ഏതിലൂടെയൊക്കെയാണ് ഇവർ കടന്നുപോയത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ കുറേ സമയമെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ അനുഭവിച്ച കാര്യങ്ങളും എല്ലാം ഇവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ കല്യാണം കഴിച്ച സമയത്തുണ്ടെങ്കിൽ ആദ്യ വിവാഹം കഴിക്കുമ്പോഴത്തേന് പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. ഭർത്താവിൻ്റെ കുടുംബത്തോടൊപ്പം നല്ല രീതിയിലൊക്കെയാണ് ഫസ്റ്റൊക്കെ പോയെങ്കിൽ അതിനുശേഷം കുടുംബക്കാരിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള അവഗണനയൊക്കെ ഭയങ്കര രീതിയിൽ ഈ ഒരു ദിവ്യ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള ഒരു അവഗണനയായിരുന്നു ദിവ്യ നേരിട്ടുകൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്. അതിനുശേഷം ആ ഒരു സമയങ്ങളിൽ പ്രഗ്നൻ്റ് ആകുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടി ജനിക്കാനൊക്കെ പോകുന്നു. അതും സർജറി ആയിരുന്നു. കുട്ടി ജനിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന സമയത്തും ഇതേ കണക്ക് തന്നെ വീട്ടുകാരിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവഗണനയാണ് ഈ ഒരു ദിവ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് ദിവ്യ കടന്നുപോയ സാഹചര്യങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ദിവ്യ ഉണ്ടായിരുന്നത്. അതും പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ ഒരു അവഗണനയൊക്കെ വന്നപ്പോഴത്തേന് ഈ ഒരു ദിവ്യയ്ക്ക് ഉണ്ടായത് ഭയങ്കര പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ദിവ്യ ഒരു ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള നില തെറ്റിക്കിടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് സ്വന്തം കുട്ടിയെ തന്നെ എന്താ പറയുക, പറയാൻ പോലും പറ്റാത്ത അത്ര ആ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് മാനസിക നിലയൊക്കെ ശരിയായതിന് ശേഷം ഈ ഒരു കഥ ദിവ്യ തന്നെ ഓരോ ഷോയിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ പലർക്കും വിഷമം ഉണ്ട്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറാൻ എന്ത് ഈസിയാണ്. കാരണം ഇതൊക്കെ ആ ഒരു കുടുംബത്തിൽ നിന്നും ആ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു അവഗണനയിൽ നിന്നൊക്കെ ഉണ്ടായ മാറ്റങ്ങളാണ് ആ ഒരു പെൺകുട്ടി അത്രയ്ക്കൊരു ആ ഒരു നിലയിലേക്ക് സ്വന്തം കുട്ടിയെ വരെ ഇല്ലാതാക്കാനുള്ള നിലയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇപ്പം രണ്ടാമത് പിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ദിവ്യ ജോണിയെ പറ്റി ഒരു ന്യൂസ് വരുന്നത്. ദിവ്യ ജോണി മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം. അതും ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് മരണപ്പെട്ടത് എന്നുള്ളൊരു കാര്യമാണ്. സൂയിസൈഡാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദിവ്യ ജോണി ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം ഇതുപോലത്തുള്ള മരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ഈ ഒരു ഭർത്താവ് പറയുന്നുണ്ട്, രണ്ടാമത്തെ ഭർത്താവ് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ജീവനാണ് ഇപ്പം നഷ്ടപ്പെട്ടത്. വളരെ സങ്കടമുണ്ട്. കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ആ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതം മൊത്തം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ ഈ ന്യൂസ് കേട്ട സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് ഉണ്ടായിരുന്നത്.